നമസ്കാരം. 24 ജനുവരി 2021 നടന്ന NTAC എക്സാമിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. എ പാസഞ്ചർ ഇൻസൈഡ് എ ബസ് ത്രോസ് എ സ്റ്റോൺ വെർട്ടിക്കലി അപ്പ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ദ സ്റ്റോൺ റിട്ടേൺസ് ടു ഹിസ് ഓൺ ഹാൻഡ്സ്. ഇത് ഇനർഷ്യ കാരണമാണ് സംഭവിക്കുന്നത്. ഓഫ് കോഴ്സ് വെൻ ദ ബസ് ഈസ് അറ്റ് റെസ്റ്റ് ഇത് സംഭവിക്കും. പിന്നെ യൂണിഫോം സ്പീഡിലാണെങ്കിലും സംഭവിക്കും. ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കില്ല. പിന്നെ കർവ്ഡ് പാത്താണെങ്കിൽ ബോളിന് കർവ് മാനുവർ ചെയ്യാനുള്ള ശേഷിയില്ല, പക്ഷേ നമ്മൾ അതിലൂടെ പോകും. അതുകൊണ്ട് തിരിച്ച് നമ്മുടെ കയ്യിൽ എത്തില്ല. ഓക്കെ, അതുകൊണ്ട് എ ആൻഡ് ബി മാത്രമാണ് ശരി, സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത രണ്ടെണ്ണം കെമിസ്ട്രിയുടെ ചോദ്യമാണ്. ഫിസിക്കൽ ചേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫിസിക്കൽ ചേഞ്ച്. ഇതിൻ്റെ ആൻസർ ബേണിംഗ് ഓഫ് ക്യാൻഡിലാണ്. ഫിസിക്സിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്ട്രക്ചറലി AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ ഡിഫർ ഓൺലി ഇൻ. ഷേപ്പ് ഓഫ് ഫീൽഡ് മാഗ്നറ്റ് അല്ല, ആർമേച്ചർ കോയിൽ അല്ല, റിംഗ് അറ്റാച്ച്ഡ് ടു ആർമേച്ചർ കോയിൽ. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. റിങ്ങിൻ്റെ സ്ട്രക്ചറിലാണ് ഡിഫറൻസ് വരുന്നത്. ഫിസിക്സിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ ബൾബ് മാർക്ക്ഡ് 100 വാട്ട് 220 വോൾട്ട് ഈസ് കണക്റ്റഡ് ടു എ 110 വോൾട്ട് പവർ സപ്ലൈ. ദ പവർ കൺസ്യൂംഡ് ബൈ ദ ബൾബ് വിൽ ബി. അപ്പോൾ ഈ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് പവർ കണ്ടുപിടിക്കാൻ V²/R ഈ ഇക്വേഷനിൽ ഉപയോഗിക്കുക. വിക്ക് 110 കൊടുക്കുക. ആൻസർ 25 വാട്ടാണ് ശരി. അടുത്ത ചോദ്യം. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഓഫ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വിച്ച് ഓഫ് ദ ഫോളോയിങ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓർക്കുക, ഫ്രീക്വൻസിയാണ് അൺചേഞ്ച്ഡായി നിൽക്കുന്നത്. സ്പീഡ്, വേവ് ലെങ്ത് ഒക്കെ മാറും. ഫ്രീക്വൻസി സോഴ്സ് ഡിപ്പെൻഡൻ്റ് ആണ്, അതുകൊണ്ട് അത് അൺചേഞ്ച്ഡ് ആണ്. ശരി. അടുത്തത് ഇവിടെ ഒരു ചോദ്യം. ഹേബർ പ്രോസസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിപ്പറേഷൻ. അത് അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്, കെമിസ്ട്രി ആണെങ്കിൽ കൂടി. ആൻസർ അമോണിയയാണ്. ഓക്കെ, പിന്നെ ആൻ ഒബ്ജക്റ്റ് അപ്രോച്ചസ് എ പ്ലെയിൻ മിറർ വിത്ത് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ്. ദ സ്പീഡ് വിത്ത് വിച്ച് ദ ഇമേജ് മൂവ്സ് വിത്ത് റെസ്പെക്ട് ടു ഒബ്ജക്റ്റ് വിൽ ബി. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ കേസിൽ നമുക്കറിയാം, പ്ലെയിൻ മിററിൻ്റെ കേസിൽ ഒബ്ജക്റ്റ് വരുന്ന സ്പീഡിൽ തന്നെ ഇമേജ് വരും. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് രണ്ട് സ്പീഡും ആഡ് ചെയ്യുക. 5+5. ആൻസർ എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ഫിസിക്സിൻ്റെ ചോദ്യം. ഇവിടെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്, ദ വേവ് ലെങ്ത് റേഞ്ച് ഓഡിബിൾ ടു ഹ്യൂമൺ. നമുക്കറിയാം C = ന്യൂ ലാംഡ, ലാംഡ = C/ന്യൂ. C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് 340 ആണ്. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി 20 ഹേർട്സ് ടു 20,000 ഹേർട്സ് ആണ് ഹ്യൂമണിന് ഓഡിബിൾ ആയിട്ടുള്ളത്. അത് നമുക്കറിയാം. ഈ 20യും 20,000ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലാംഡയുടെ രണ്ട് വാല്യൂസ് കിട്ടും. അത് 17 മില്ലിമീറ്റർ ടു 17,000 മില്ലിമീറ്റർ ആണ്. ശരി. അപ്പോൾ ഫിസിക്സിൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. എ കോൺകേവ് മിറർ ഓൾവേസ് പ്രൊഡ്യൂസസ് ഇൻവേർട്ടഡ് ഇമേജ്. തെറ്റാണ്. കോൺവെക്സ് മിറർ ഓൾവേസ് പ്രൊഡ്യൂസസ് എൻലാർജ്ഡ് ഇമേജ്. തെറ്റാണ്. ബോത്ത് കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ ക്യാൻ പ്രൊഡ്യൂസ് എൻലാർജ്ഡ് ഇമേജ്. കോൺവെക്സിന് പറ്റില്ല. അടുത്തത് എ കോൺകേവ് മിറർ ക്യാൻ പ്രൊഡ്യൂസ് എൻലാർജ്ഡ് ഇമേജ്. ശരിയാണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് ഇതാണ് ശരി ഉത്തരം. എ കോൺകേവ് മിറർ ക്യാൻ പ്രൊഡ്യൂസ് എൻലാർജ്ഡ് ഇമേജ്. അടുത്ത ഫിസിക്സ് ക്വസ്റ്റ്യൻ ഇവിടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. അപ്പോൾ 1 ആങ്സ്ട്രം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. അപ്പോൾ അതാണ് ശരി. അപ്പോൾ 10⁻⁻10 മീറ്ററാണ് 1 ആങ്സ്ട്രം യൂണിറ്റ്. അതിന് സണ്ണും എർത്തുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ബാക്കി എല്ലാം തന്നെ മീൻ ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയാലും 1.5 × 10⁻11 മീറ്റർ ആയാലും ഒക്കെ തന്നെ. ശരി. അടുത്ത ഫിസിക്സ് ക്വസ്റ്റ്യൻ ഇവിടെയാണ്. എ കാർ മൂവിങ് ഓൺ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 10 മീറ്റർ കംപ്ലീറ്റ്സ് 3/4 ഓഫ് ദ സർക്കുലർ പാത്ത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ സർക്കുലർ പാത്ത് ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നാണ് തുടങ്ങിയെന്ന് വിചാരിക്കുക. 3/4 ആവുമ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്, ഈ കാണുന്ന ലെങ്ത്. അപ്പോൾ റേഡിയസ് എത്രയാണ്? 10 ഇതാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 10√2 ആണ്. √2ൻ്റെ വാല്യൂ 1.4. അപ്പോൾ 14 പോയിൻറ്റ് സംതിങ് വരും ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഓപ്ഷനുണ്ട്, ഈ ഓപ്ഷനുണ്ട്. ശരി. അടുത്ത നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെ എത്ര? 3/4 ഓഫ് ദ സർക്കംഫറൻസ്. അപ്പോൾ 3/4 ഓഫ് 2πr. r എത്ര? 10. ഈ വാല്യൂ എന്ന് പറയുന്നത് 47.1 വരും. അതാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. 2 identical balls are thrown vertically up with velocities v and 2v. The ratios of maximum height and time taken. Okay.
ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് പ്രൊപ്പോർഷണൽ ടു വി സ്ക്വയർ ആണ്, ടൈം പ്രൊപ്പോർഷണൽ ടു വി ആണ്. ഇത് രണ്ട് ന്യൂട്ടൻ്റെ ലോസ് വെച്ച് നമുക്ക് കിട്ടുന്നതാണ്. ആൻസർ 1:4 ആൻഡ് 1:2 ആണ്. ശരി, ഇനി ഫിസിക്സിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. വയർ ഓഫ് റെസിസ്റ്റൻസ് 16 ohm ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് സർക്കിൾ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എ ആൻഡ് ബി. അപ്പോൾ ഹാഫായിട്ട് മുറിച്ച സ്ഥിതിക്ക് മുകളിൽ 8 താഴെ 8, 8 8 എന്തിലാണ് പാരലലിൽ. അപ്പോൾ ആൻസർ എത്ര വരും? 4 ohm. അപ്പോൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ.